എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒന്നാമത്തെ പാഠം, ഫിസിക്സിലെ ഒന്നാമത്തെ പാഠം നമ്മൾ പൂർണ്ണമായും എടുത്തു കഴിഞ്ഞു. എല്ലാവരും അത് റിവൈസ് ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. പരീക്ഷ തീർച്ചയായിട്ടും ഉണ്ടാവും, ഈ ആഴ്ച തന്നെ ഉണ്ടാകും. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ പരീക്ഷയുടെ സമയം അറിയിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് രണ്ടാമത്തെ പാഠമാണ്. രണ്ടാമത്തെ പാഠം മോഷൻ, ചലനവുമായി ബന്ധപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും ഈ മോഷൻ അല്ലെങ്കിൽ ചലനത്തിനെ കുറിച്ച് എന്താ അത്ര പഠിക്കാനുള്ള? ഇത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ചലിക്കാൻ പറ്റില്ലേ? ചലിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലിക്കാൻ പറ്റും. നമ്മളിപ്പോ ദഹനേന്ദ്രിയ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹനേന്ദ്രിയ വ്യവസ്ഥയെ കുറിച്ച് പഠിച്ചു തുടങ്ങിയതിന് ശേഷം മാത്രമൊന്നുമല്ല ആഹാരം ദഹിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ചലിക്കാനൊക്കെ പറ്റും. പിന്നെ എന്താ, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ചലിച്ചുകൊണ്ടിരിക്കുകയാണോ? വളരെ ഗൗരവമായിട്ടുള്ള ചോദ്യമാണ് സത്യത്തിൽ. പ്രപഞ്ചത്തിൽ ഉള്ള പ്രപഞ്ചമൊന്നും വേണ്ട, നമ്മുടെ ചുറ്റുപാടും ഉള്ള എല്ലാ വസ്തുക്കളും ചലിച്ചുകൊണ്ടിരിക്കുകയാണോ? സ്വാഭാവികമായിട്ട് നമ്മുടെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ പലരും ഉത്തരം പറയുക എല്ലാം ചലിക്കുന്നില്ല എന്ന് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലെ കസാര, മേശ, സ്കൂളിലേക്ക് വരികയാണെങ്കിൽ ബെഞ്ച്, ഡെസ്ക്, ഈവൻ സ്കൂൾ തന്നെ. നമ്മൾ ഇന്ന് രാവിലെ അവിടെ സ്കൂളിലേക്കാന്ന് വിചാരിച്ച് ചേർപ്പിലേക്ക് വരുന്നു, അവിടെ എത്തുമ്പോൾ സ്കൂൾ അവിടെ ഇല്ല. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ചലിക്കാത്തതായ നിരവധി വസ്തുക്കൾ ഉണ്ട് എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും. എന്നാൽ അത് സത്യത്തിൽ തെറ്റാണ്. പ്രപഞ്ചത്തിനെ സമഗ്രമായി വീക്ഷിക്കുകയാണെങ്കിൽ ചലിക്കാത്തതായിട്ടുള്ള ഒരു വസ്തുവും ഇല്ല. ചലനം സാർവത്രികമാണ്, യൂണിവേഴ്സലാണ്. ചലിക്കാത്ത മാക്രോ വേൾഡിലായാലും, അതായത് സ്ഥൂല ലോകം, വലിയ വസ്തുക്കളുടെ ലോകത്തിലായാലും, മൈക്രോ വേൾഡിലായാലും ചലിക്കാത്തതായ ഒരു വസ്തുവും ഇല്ല. എന്താ അങ്ങനെ പറയുന്നത്? നമുക്ക് ഭൂമിയിലെ തന്നെ നോക്കാം. ഭൂമിക്ക് രണ്ട് തരത്തിലുള്ള ചലനങ്ങളുണ്ട്. റൊട്ടേഷൻ ഉണ്ട്, റവല്യൂഷൻ ഉണ്ട്, ഭ്രമണം ഉണ്ട്, പരിക്രമണം ഉണ്ട്. സ്വാഭാവികമായിട്ടും ഭൂമിയിൽ നിന്ന് പോയി നമ്മൾ ചന്ദ്രനിലോ ഒറ്റ ചെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂമി ചലിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഭൂമിയിലെ എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഭൂമിയുടെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് മറ്റ് പ്ലാനറ്റ്സ്, മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്കും ചലനമുണ്ട്. അപ്പൊ ചിലർക്ക് സംശയം തോന്നാം, സൂര്യന് ചലനം ഇല്ലല്ലോ, സൂര്യൻ, നക്ഷത്രങ്ങൾ നിശ്ചലമല്ലേ എന്ന്. അല്ല, സൂര്യനും വളരെ വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ ചലനത്തോടൊപ്പം ഗാലക്സിയിൽ നമ്മളും ചലിക്കും, അതൊന്നും നമുക്കറിയില്ല. ഇനി മറ്റ് നക്ഷത്രങ്ങൾ നോക്കിയാലോ അതെ, പ്രപഞ്ചത്തിലുള്ള എല്ലാ നക്ഷത്രങ്ങളും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. മിൽക്കി വേ എന്നുള്ള ആകാശഗംഗ എന്നറിയപ്പെടുന്ന നമ്മുടെ ഗാലക്സിയും പ്രപഞ്ചത്തിലുള്ള മറ്റ് ഗാലക്സികളും എല്ലാം വളരെ വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സ്ഥൂല ലോകത്തിലേക്ക് വന്നാൽ, മാക്രോ വേൾഡിലേക്ക് വന്നാൽ, അതായത് വലിയ മാസീവായിട്ടുള്ള വസ്തുക്കൾ, ഒബ്ജക്ട്സ് ഉള്ള ലോകത്തിലേക്ക് വന്നാൽ അവരെല്ലാവരും ചലിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇനി അതുകൂടാതെ മൈക്രോ വേൾഡിലേക്ക് വന്നാൽ, അതായത് തന്മാത്രകള് തന്നെ നിങ്ങൾ പല സ്റ്റേറ്റുകൾ പരിചയപ്പെട്ടപ്പോൾ കണ്ടിട്ടുണ്ടാവും. സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഗാഷ്യസ് സ്റ്റേറ്റിലും ഉള്ള അവരുടെ ചലനത്തിനെ കുറിച്ച്. അതുകൂടാതെ ആറ്റത്തിലേക്ക് വന്നാൽ, ആറ്റത്തിന്റെ ആറ്റോമിക് പാർട്ടിക്കിൾസിലേക്ക്, ആറ്റത്തിന്റെ ഉള്ളിലെ ഘടകങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളായാലും എല്ലാം അതിനൊക്കെ ചലനം ഉണ്ട്. അതിനാൽ തന്നെ ചലനം സാർവത്രികമാണ്, യൂണിവേഴ്സൽ ആണ്, പല തരത്തിലുള്ള ചലനങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കാൻ കഴിയണം. പിന്നെ എപ്പോഴാണ് നമ്മൾ നിശ്ചലാവസ്ഥ എന്നൊക്കെ പറയുന്നത്? ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, നിശ്ചലാവസ്ഥയാണ്, റെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് എപ്പോഴാ? അതെല്ലാം റിലേറ്റീവ് ആണ്, അല്ലെങ്കിൽ ആപേക്ഷികമാണ്. അതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. എന്താ റിലേറ്റീവ് ആണ് അല്ലെങ്കിൽ ആപേക്ഷികമാണ്? ഒരു വസ്തു ഇന്നതിനെ അപേക്ഷിച്ച്, വിത്ത് റെസ്പെക്ട് ടു ഇന്നതിനെ അപേക്ഷിച്ച് ചലിക്കുന്നു, ഇന്നതിനെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലാണ്. അത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എടുത്താൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതിൽ ടെക്സ്റ്റിലെ എക്സാമ്പിൾസിലേക്ക് തന്നെയാണ് പോകുന്നത്, കാരണം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിനാൽ പാഠപുസ്തകത്തിലെ എക്സാമ്പിളാണ് നമ്മൾ വിവരിക്കുന്നത്, അത് വിട്ട് എക്സാമ്പിളുകൾ നമ്മൾ നോക്കുന്നില്ല. ആദ്യത്തെ ഉദാഹരണത്തിൽ കൊടുത്തേണ്ടത് എ പാസഞ്ചർ ഇൻ എ മൂവിംഗ് ബസ്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന വ്യക്തി. അപ്പോ ബസ്സിൽ യാത്ര ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ബസ്സിലെ ഡ്രൈവറുടെ മുൻഭാഗത്ത് നിന്നും രണ്ടാമത്തെ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന വ്യക്തിയാണെന്ന് വിചാരിച്ചോളൂ. അയാളെ വിത്ത് റെസ്പെക്ട് ടു ബസ്സുമായി നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ, ബസ്സിനെ അപേക്ഷിച്ച്, ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ബസ്സിനെ അപേക്ഷിച്ച് അയാളുടെ സ്ഥാനം എപ്പോഴും രണ്ടാമത്തെ സീറ്റിൽ തന്നെയാണ്.
അതിനാൽ വിത്ത് റെസ്പെക്ട് ടു ബസ് പാസഞ്ചർ അയാളുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ബസ് പാസഞ്ചർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. എന്നാൽ പുറത്ത് ഗ്രൗണ്ടിൽ റോഡിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ആ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ആ പാസഞ്ചറെ നോക്കുന്ന ആൾക്ക് ആ പാസഞ്ചർ എന്താ, ഏത് സ്റ്റേറ്റിലാ? മോഷൻ. കാരണം ആ പാസഞ്ചറുടെ പൊസിഷൻ, അയാളുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്, അയാളുടെ മുന്നിൽ നിന്നും അകന്നുപോയി. സ്വാഭാവികമായിട്ടും വിത്ത് റെസ്പെക്ട് ടു റോഡ് ഓർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഹി ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അപ്പോ ഏത് വസ്തുവുമായി താരതമ്യം ചെയ്തിട്ടാണോ പറയുന്നത് അതിനനുസരിച്ച് ഒരേ വസ്തു തന്നെ റെസ്റ്റ് ആണെന്നും, അതായത് നിശ്ചലാവസ്ഥയിലാണെന്നും ചലനാവസ്ഥയിലാണെന്നും നമുക്ക് പറയാൻ സാധിക്കും. ഒരു ബസ്സിൽ പാസഞ്ചർ ഇൻ എ മൂവിംഗ് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യാത്രക്കാരൻ വിത്ത് റെസ്പെക്ട് ടു ബസ് എങ്ങനെയാ? അറ്റ് റെസ്റ്റ് ആണ്. എന്നാൽ വിത്ത് റെസ്പെക്ട് ടു റോഡ് മോഷൻ, ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അത് തിരിച്ചറിയാൻ സാധിക്കണം. ഇനി അടുത്തതായിട്ട് എ ക്രോ, സാധാരണ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് എ ക്രോ സിറ്റിംഗ് ഓൺ എ കൗ. പശുവിന്റെ മുകളിൽ ഇരിക്കുന്ന കാക്ക. പശുവിന്റെ മുകളിൽ അനങ്ങാതിരിക്കുകയാണ് കാക്ക. സ്വാഭാവികമായിട്ടും വിത്ത് റെസ്പെക്ട് ടു കൗ, ആ പശുവിനെ അപേക്ഷിച്ച് കാക്ക ആ വാലിന്റെ അവിടെയാണ് ഇരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാലിന്റെ അവിടെ നിന്ന് കാക്ക അനങ്ങുന്നില്ല. സ്വാഭാവികമായിട്ടും ആ പശുവിനെ അപേക്ഷിച്ച് വിത്ത് റെസ്പെക്ട് ടു ദ കൗ എന്താ? വിത്ത് റെസ്പെക്ട് ടു കൗ, വിത്ത് റെസ്പെക്ട് ടു കൗ എന്തായിരിക്കും? റെസ്റ്റ് ആണ്. ഇനി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് തറയെ അപേക്ഷിച്ച് പശു പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പശു നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും തറയെ അപേക്ഷിച്ച് പശു നടക്കുന്നതോടൊപ്പം കാക്കയുടെ സ്ഥാനവും മാറും. അപ്പൊ തറയെ അപേക്ഷിച്ച് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് അത് കാക്ക എങ്ങനെയാ? ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ, ചലനാവസ്ഥയിലാണ്. അടുത്തത് എ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ്. ഒരു വയലിൽ നിൽക്കുന്ന ഒരു കുട്ടി വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട്, അയാൾ അവിടെ അനങ്ങാതെ നിൽക്കുകയാണ് പയ്യൻ. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് തറയെ അപേക്ഷിച്ച് അതിന്റെ പൊസിഷൻ ഒന്നും മാറുന്നില്ല. എന്നാൽ വിത്ത് റെസ്പെക്ട് ടു ദ സൺ, ഒരാള് ആകാശത്ത് പോയിട്ട് അയാളെ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഭൂമി കറങ്ങുന്നുണ്ട്. അപ്പൊ എന്താ? ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ, ചലനാവസ്ഥയിലാണ്. ആദ്യത്തെ കേസില് നിശ്ചലാവസ്ഥ, രണ്ടാമത്തെ കേസില് ചലനാവസ്ഥ, മോഷൻ. അപ്പൊ മലയാളം മീഡിയംകാർ എഴുതുമ്പോ നിശ്ചലാവസ്ഥ ചലനാവസ്ഥ എന്ന് എഴുതണം. പാഠപുസ്തകത്തിൽ ഈ പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പാഠപുസ്തകം കിട്ടിയിട്ടുണ്ടാവും, ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അത് ആൻസർ ചെയ്ത് വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, എ ബുക്ക് ഓൺ എ റൊട്ടേറ്റിംഗ് ടേബിൾ. കറങ്ങുന്ന മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം. അവിടെ ഈ നമ്മുടെ അവലംബക വസ്തു അല്ലെങ്കിൽ ഏതുമായി അപേക്ഷിച്ചാണോ അതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതിൽ റെസ്റ്റ് ആയിട്ട് വരുന്ന എക്സാമ്പിളിൽ നമുക്ക് എന്ത് എഴുതാം? വിത്ത് റെസ്പെക്ട് ടു ടേബിൾ. അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ആ ടേബിളിന്റെ മുകളിൽ അതിന്റെ പൊസിഷൻ മാറുന്നില്ല. എവിടെയാണോ പുസ്തകം ഇരിക്കുന്നത് അവിടെ പുസ്തകം ഇരുന്നുകൊണ്ടാണ് ടേബിൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും വിത്ത് റെസ്പെക്ട് ടു ടേബിൾ അത് റെസ്റ്റ് ആയിരിക്കും. എന്നാൽ ടേബിളിന് പുറത്ത് ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ടേബിൾ തിരിയുന്നുണ്ട്, സ്വാഭാവികമായിട്ടും പുസ്തകത്തിന്റെ പൊസിഷനും മാറുന്നുണ്ട്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് എന്താ? മോഷൻ. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയെല്ലാം ഈ ചലനാവസ്ഥയും റെസ്റ്റും മോഷനും ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പാസഞ്ചറിന്റെ കേസിൽ ബസ്സിനെ അടിസ്ഥാനപ്പെടുത്തി അത് റെസ്റ്റിലാണ് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണ്. റോഡിനെ അടിസ്ഥാനപ്പെടുത്തി അത് മോഷനിലാണ്. ക്രോ പശുവിനെ നമ്മൾ കാക്കയെ നമ്മൾ രണ്ട് വസ്തുക്കൾ, കൗ ആൻഡ് ഗ്രൗണ്ട്. പിന്നെ ചൈൽഡ് കുട്ടിയെ, ഗ്രൗണ്ട് ആൻഡ് സൺ. ബുക്കിനെ നമ്മൾ നോക്കിയത് ടേബിളും ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ അതാണ് റഫറൻസ് ബോഡി. ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ നമ്മൾ നിശ്ചലാവസ്ഥയും ചലനാവസ്ഥയും പ്രവചിക്കുന്നത് ആ വസ്തുവാണ് എന്ത്? റഫറൻസ് ബോഡി. മലയാളം മീഡിയത്തിൽ എന്താ പറയുക? അവലംബക വസ്തു. A reference body is the object with respect to which the state of rest or motion of an object is described.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. ആ ടേബിൾ ഫില്ല് ചെയ്യുക, ഈ റഫറൻസ് ബോഡി എന്താണെന്ന് പഠിക്കുക, പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും.